ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു എജുഫിക്സ് അക്കാദമി. പല സ്റ്റുഡൻസും ചോദിക്കാറുണ്ട്, ഇഗ്നോയിൽ ഡിഗ്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പം പാസ്സാവുന്ന കോഴ്സ് ഏതാണ്? എനിക്ക് പഠിക്കാൻ അധികം സമയമില്ല, ഞാൻ ജോലി ചെയ്യുന്നതാണ്, അപ്പോൾ എനിക്ക് കുറച്ച് സമയമൊക്കെ പഠിക്കാനുണ്ടാവും, സമയം കണ്ടെത്താം. പക്ഷെ കൂടുതലായിട്ട് ടഫ് ഇല്ലാത്ത കോഴ്സ് ഏതാണ്? അതായത് പഠിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത, എളുപ്പത്തിൽ പഠിച്ച് പാസ്സാവാൻ കഴിയുന്ന കോഴ്സ് ഏതാണെന്ന് ചോദിക്കും ഡിഗ്രിയിൽ. അപ്പോൾ അതിനുള്ള ഉത്തരം നമുക്ക് നോക്കാം. നമുക്ക് ഇഗ്നോയുടെ പ്രോഗ്രാംസ് ഒന്ന് പരിചയപ്പെടാം. അതിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് സോഷ്യോളജിയാണ്. ഇഗ്നോയുടെ സോഷ്യോളജി എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സാണ് ഇഗ്നോയിൽ അത്യാവശ്യം നമുക്ക് എഴുതി ഫലിപ്പിച്ച് പാസ്സാവാൻ കഴിയുന്ന ഒരു കോഴ്സ് എന്ന് പറയുന്നത്. അതിൽ തന്നെ BA സോഷ്യോളജി ഹോണേഴ്സ് എടുക്കുവാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം അതൊരു 3 ഇയർ പ്രോഗ്രാംസ് ആണ്. അതിൻ്റെ സർട്ടിഫിക്കറ്റ് വരുന്ന സമയത്ത് നിങ്ങളെ സ്പെഷ്യലൈസേഷൻ പ്രത്യേകം ഉണ്ടാവും, BA സോഷ്യോളജി തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോവാം. ഇത് ഡിഗ്രിയാണ്, ഓപ്പൺ ഡിസ്റ്റൻസ് ആണിത്, ഓൺലൈൻ അല്ല, ഡിസ്റ്റൻസ് ആണ്. അഡ്മിഷന്, അതിൻ്റെ പ്രൊസീജിയേഴ്സ് എല്ലാം നമുക്ക് ഓൺലൈനിൽ ചെയ്യാം. അതുപോലെ എക്സാം നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളെ എക്സാം സെൻറ്ററിൽ പോയിട്ട് തന്നെ എഴുതണം. അതുപോലെ അസൈൻമെൻറ്റും നിങ്ങൾ ഇയർലി ഒരു പ്രാവശ്യം പോയിട്ട് നിങ്ങൾ അസൈൻമെൻറ്റുകളും സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന ഈ ഒരു സെഷൻ്റെ അണ്ടറിലാണ് വരുന്നത്. 3 ഇയർ പ്രോഗ്രാമാണ്. ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഇതിൻ്റെ മീഡിയം ഉണ്ട്. അതായത് പഠിക്കാനും പരീക്ഷ എഴുതാനും ഹിന്ദിയിലും ഇംഗ്ലീഷിലും സാധിക്കും. സ്പെഷ്യലൈസേഷൻ സോഷ്യോളജി ആണുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾ സോഷ്യോളജിയുമായി ബന്ധപ്പെട്ട് ഇയർലി 4 സബ്ജക്ട്, ഫസ്റ്റ് ഇയറിലാണെന്നുണ്ടെങ്കിൽ 4 കോർ സബ്ജക്റ്റുകൾ നിങ്ങൾ സോഷ്യോളജിയുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കമ്പൽസറി ഇലക്റ്റീവ് പേപ്പേഴ്സായിട്ട് 2 അങ്ങനെ 4 അങ്ങനെ ടോട്ടൽ 8 സബ്ജക്റ്റുകളാണ് BA സോഷ്യോളജിയിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ളത്. സെക്കൻഡ് ഇയറിലേക്ക് വരുന്ന സമയത്ത് ഇത് 10 സബ്ജക്റ്റുകളായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ തേർഡ് ഇയറിലേക്ക് വരുമ്പോൾ വീണ്ടും 8 സബ്ജക്റ്റുകൾ. ഇത്രയും സബ്ജക്റ്റുകളുടെ കൗണ്ടാണ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരിക്കുക. ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു +2 മതി. അതുപോലെ തന്നെ ഫീ വരുന്നത് 5300 പ്ലസ് രജിസ്ട്രേഷൻ ഫീ ആൻഡ് ഡെവലപ്മെൻറ്റ് ഫീ, ഏകദേശം 6000 രൂപയാണ് വരുന്നത്. പ്രോഗ്രാം കോർഡിനേറ്റർ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇനി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഏത് സ്റ്റഡി സെൻറ്ററിലാണ് ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിന് നമ്മൾ സ്റ്റഡി സെൻറ്റർ എന്ന് പറയും. ഈ സ്റ്റഡി സെൻറ്റർ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് നമ്മൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റഡി സെൻറ്റർ ചൂസ് ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾ ഏകദേശം കേരളത്തിൻ്റെ ഒരു സെൻട്രൽ ഭാഗത്താണ് എന്നുണ്ടെങ്കിൽ കൊച്ചിൻ റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിലാണ് നിങ്ങൾ വരിക. അപ്പോൾ കേരളത്തിൽ 3 റീജിയൻ സെൻറ്ററുകളാണ് ഉള്ളത്. ഒന്ന് കൊച്ചിൻ, ട്രിവാൻഡ്രം, അതുപോലെ വടകര. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൊച്ചിൻ്റെ ഭാഗത്താണ് നിങ്ങളുടെ വീട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഇത്രയും കോളേജുകളിലാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുക. അതായത് സ്റ്റഡി സെൻറ്റർ ആയിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് പറഞ്ഞല്ലോ. ഈ സ്റ്റഡി സെൻറ്റർ നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇയർലി ഒരു പ്രാവശ്യം പോവേണ്ടി വരും. അതുപോലെ തന്നെ ഇനി നമുക്ക് തിരുവനന്തപുരം റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ ഏതൊക്കെ കോളേജ് ഉണ്ട് എന്നുള്ളതൊന്ന് ജസ്റ്റ് നോക്കാം പെട്ടെന്ന്. തിരുവനന്തപുരം തിരുവനന്തപുരത്ത് ഏകദേശം ഇത്രയും കോളേജുകളിൽ ഈ ഒരു BA സോഷ്യോളജി ഹോണേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോഴ്സ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് ഇത്രയും കോളേജിൻ്റെ അണ്ടറിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ഇനി വടകര, ഈ മലബാർ ഏരിയയിലോട്ടൊക്കെ വരുന്ന സമയത്ത് വടകര ഭാഗത്ത് ഇത്രയും കോളേജുകളിൽ നിങ്ങൾക്ക് ഈ ഒരു BA സോഷ്യോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാം. BA സോഷ്യോളജിക്ക് ശേഷം നിങ്ങൾക്ക് MA സോഷ്യോളജിയിലോട്ട് PG ചെയ്യാവുന്നതാണ്. ഇത് പറയാൻ കാരണം സ്റ്റുഡൻസ് ചോദിക്കുന്നുണ്ടായിരുന്നു, ഏറ്റവും പെട്ടെന്ന് ഈസി ആയിട്ട് പാസ്സാകാൻ പറ്റുന്ന ഒരു കോഴ്സ് ഏതാണ് എന്നുള്ളതൊന്ന് പറഞ്ഞു തരും. അത്തരക്കാർക്ക് ഇത് കൂടുതൽ പഠിക്കാൻ സമയമില്ലാത്തവർക്ക് ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഗ്രി പൂർത്തീകരിക്കാം. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. താങ്ക് യു.